ഹായ് മക്കളെ, ഹയർ സെക്കൻഡറി മലയാളം പരീക്ഷയ്ക്ക് 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഒരു 4 മിനിറ്റിനുള്ളിൽ നമ്മൾ അങ്ങ് പഠിച്ചെടുക്കാൻ പോവാണ്. പാഠത്തിൻ്റെ പേര് പദത്തിൻ്റെ പദത്തിൽ എന്നാണ്. പദത്തിൻ്റെ പദത്തിൽ എന്ന പാഠഭാഗത്ത് നിന്ന് 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യം ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? സെറ്റാക്കിയേക്കണം. നോക്കിയ ചോദ്യം ഇതാണ്: മനുഷ്യൻ നിർമ്മിച്ച അതിർവരമ്പുകളെ കല മായ്ച്ചു കളയുന്നു. കലാമണ്ഡലം ഹൈദരലിയുടെ ജീവിതം ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്നുണ്ടോ? പാഠഭാഗം അപഗ്രഥിച്ച് കുറിപ്പ് തയ്യാറാക്കുക. മനുഷ്യൻ നിർമ്മിച്ച അതിർവരമ്പുകളെ കല മായ്ച്ചു കളയുന്നു. കലാമണ്ഡലം ഹൈദരലിയുടെ ജീവിതം ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്നുണ്ടോ? പാഠഭാഗം അപഗ്രഥിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം പിടിക്കുക. കലാമണ്ഡലം ഹൈദരലിയുടെ ആത്മകഥയാണ് മഞ്ജുതരം. അതിൽ നിന്നും എടുത്തിട്ടുള്ള പദത്തിൻ്റെ പദത്തിൽ എന്ന ഭാഗത്ത് ജാതി മതങ്ങൾക്കതീതമാണ് കല എന്ന് ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ ആ കലാകാരനെ അറിയാൻ സാധിക്കുന്നു. ജന്മസിദ്ധമായ കഴിവും സാധനയുമാണ് കലാകാരനെ രൂപപ്പെടുത്തുന്നതെന്ന് ഹൈദരാലിയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിയാം. ഹൈദരാലിയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിയാം. ജനനത്തിനും വളർച്ചയ്ക്കുമിടയിൽ പലതരം അവഗണനകൾ നേരിട്ടിരുന്നു ഹൈദരലി. പാഴ്ജന്മമായി ജനനം, നാട്ടുകാരുടെ പരിഹാസം, കാഴ്ചയിലും വികൃതരൂപം, ഇങ്ങനെ പലതരത്തിൽ തിരസ്കൃതനായി വളർന്നു. 5 വയസ്സുവരെ സ്നേഹവാത്സല്യങ്ങൾക്കൊപ്പം ബാപ്പ പകർന്ന സംഗീതം പിന്നീട് ജീവിതമായി മാറി. അനേകം നിർഭാഗ്യങ്ങളോടൊപ്പം സംഭവിച്ച ഈ ഭാഗ്യങ്ങളാണ് അതുല്യ കലാകാരനാക്കി മാറ്റിയത് എന്ന് ആരോർക്കുന്നുണ്ട്? ഇദ്ദേഹം ഓർക്കുന്നുണ്ട്. 4ര ക്ലാസ്സിൽ വെച്ച് സ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ചു. സംഗീതത്തോടുള്ള വാസന ഹൈദറിനെ കലാമണ്ഡലത്തിലെ പ്രവേശത്തിലേക്ക് നയിച്ചു. അന്നത്തെ കാലത്ത് ഒരു മുസ്ലിം വിഭാഗത്തിലെ കുട്ടി കഥകളി സംഗീതം അഭ്യസിച്ചാൽ സാമുദായിക വിലക്കുകൾ ഉണ്ടാവാനിടയുണ്ടായിരുന്നു. അത്തരം തടസ്സങ്ങളൊന്നും ഹൈദറിനുണ്ടായില്ല. സംഗീതത്തോടും ഹൈദരലിയോടും താല്പര്യമുള്ളതിനാൽ കലാമണ്ഡലത്തിൽ ചേരാൻ ആവശ്യമായ ജാമ്യത്തുക നൽകി CP ആന്റണി സഹായിച്ചു. ജാതി മതങ്ങൾക്കതീതമായ സൗഹൃദ ബന്ധമാണ് സങ്കടകാലത്തെ മറികടന്ന് സംഗീതം പഠിക്കാൻ സഹായിച്ചത്. കലാമണ്ഡലത്തിൽ ഭയാത്ഭുതങ്ങളോടെ കടന്നു വന്ന ഹൈദരലിക്ക് തുടക്കകാലം നൊമ്പരങ്ങളുടെ കാലമായിരുന്നു. മാപ്പിളച്ചക്കൻ എന്ന നിലയിൽ സഹപാഠികൾ വെച്ച് പുലർത്തിയ അകൽച്ച അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചു. മെസ്സിലും ക്ലാസ്സിലും നല്ലൊരു ഗ്യാപ്പ് കുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അധ്യാപകരായ ശിവരാമൻ ആശാനും നീലകണ്ഠൻ നമ്പീശൻ ആശാനും ഹൈദരലിയെ ഏറെ പരിഗണിച്ചിരുന്നു. ഗുരുകാരുണ്യവും വാത്സല്യവും അവരിൽ നിന്നും ഏറെ ഹൈദറിന് ലഭിക്കുന്നുമുണ്ട്. ജന്മസിദ്ധമായ കഴിവും അപാരമായ സാധനയും കൊണ്ട് തൻ്റേതായ ഇടം നേടാൻ ഹൈദരലിക്ക് സാധിച്ചു. കഴിവിലുള്ള വിശ്വാസം, പരിശ്രമം, ഉയർന്ന ഇച്ഛാശക്തി ഇവയെല്ലാമാണ് ഹൈദരലിയെ ലോകമറിയുന്ന കഥകളി സംഗീതജ്ഞനായി മാറ്റിയത്. മനുഷ്യൻ നിർമ്മിച്ച അതിർവരമ്പുകൾ തൻ്റെ സിദ്ധി സാധനങ്ങൾ കൊണ്ട് മറികടന്ന് എന്ന് ഹൈദരലിയുടെ ജീവിതം പഠിപ്പിക്കുന്നു. 6 മാർക്കിനോ 8 മാർക്കിനോ എന്നാൽ നമുക്ക് ഇതേ ആശയം തന്നെ എന്ത് ചെയ്യാം? ഉത്തരത്തിനകത്തേക്ക് കൊണ്ടുവരാം. ഒന്നുകൂടി ഉത്തരം നോക്കിക്കൊള്ളുക. കലാമണ്ഡലം ഹൈദരലിയുടെ ആത്മകഥയാണ് മഞ്ജുതരം. അതിൽ നിന്നും എടുത്തിട്ടുള്ള പദത്തിൻ്റെ പദത്തിൽ എന്ന ഭാഗത്ത് ജാതി മതങ്ങൾക്ക് അതീതമാണ് കല എന്ന് ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ ആ കലാകാരനെ അറിയാൻ സാധിക്കുന്നു. ജന്മസിദ്ധമായ കഴിവും സാധനയുമാണ് കലാകാരനെ രൂപപ്പെടുത്തുന്നതെന്ന് ഹൈദരാലിയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിയാം. ജനനത്തിനും വളർച്ചയ്ക്കുമിടയിൽ പലതരം അവഗണനകൾ നേരിട്ടിരുന്നു ഹൈദരലി. പാഴ്ജന്മമായി ജനനം, നാട്ടുകാരുടെ പരിഹാസം, കാഴ്ചയിലും വികൃതരൂപം, ഇങ്ങനെ പലതരത്തിൽ തിരസ്കൃതനായി വളർന്നു. 5 വയസ്സുവരെ സ്നേഹവാത്സല്യങ്ങൾക്കൊപ്പം ബാപ്പ പകർന്ന സംഗീതം പിന്നീട് ജീവിതമായി മാറി. അനേകം നിർഭാഗ്യങ്ങളോടൊപ്പം സംഭവിച്ച ഈ ഭാഗ്യങ്ങളാണ് അതുല്യ കലാകാരനാക്കി ഹൈദറിനെ മാറ്റിയത്. 4ര ക്ലാസ്സിൽ വെച്ച് സ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ചു. സംഗീതത്തോടുള്ള വാസന ഹൈദറിനെ കലാമണ്ഡലത്തിലെ പ്രവേശനത്തിലേക്ക് നയിച്ചു. അന്നത്തെ കാലത്ത് ഒരു മുസ്ലിം വിഭാഗത്തിലെ കുട്ടി കഥകളി സംഗീതം അഭ്യസിച്ചാൽ സാമുദായിക വിലക്കുകൾ ഉണ്ടാവാൻ ഇടയുണ്ടായിരുന്നു. അത്തരം തടസ്സങ്ങളൊന്നും ഹൈദറിനുണ്ടായില്ല. സംഗീതത്തോടും ഹൈദരലിയോടും താല്പര്യമുള്ളതിനാൽ കലാമണ്ഡലത്തിൽ ചേരാൻ ആവശ്യമായ ജാമ്യത്തുക നൽകി CP ആന്റണി സഹായിച്ചു. ജാതി മതങ്ങൾക്ക് അതീതമായ സൗഹൃദ ബന്ധമാണ് സങ്കടകാലത്തെ മറികടന്ന് സംഗീതം പഠിക്കാൻ ഹൈദറിനെ സഹായിച്ചത്. കലാമണ്ഡലത്തിൽ ഭയാത്ഭുതങ്ങളോടെ കടന്നു വന്ന ഹൈദരലിക്ക് തുടക്കകാലം നൊമ്പരങ്ങളുടെ കാലമായിരുന്നു. മാപ്പിളച്ചക്കൻ എന്ന നിലയിൽ സഹപാഠികൾ വെച്ച് പുലർത്തിയ അകൽച്ച ഏറെ വേദനിപ്പിച്ചു.
മെസ്സിലും ക്ലാസ്സിലും നല്ലൊരു ഗ്യാപ്പ് കുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അധ്യാപകരായ ശിവരാമനാശാനും നീലകണ്ഠൻ നമ്പീശനാശാനും ഹൈദരലിയെ ഏറെ പരിഗണിച്ചിരുന്നു. ഗുരുകാരുണ്യവും വാത്സല്യവും അവരിൽ നിന്നും ഏറെ ലഭിക്കുന്നുമുണ്ട്. ജന്മസിദ്ധമായ കഴിവും അപാരമായ സാധനയും കൊണ്ട് തൻ്റെതായ ഇടം നേടാൻ ഹൈദരലിക്ക് സാധിച്ചു. കഴിവിലുള്ള വിശ്വാസം, പരിശ്രമം, ഉയർന്ന ഇച്ഛാശക്തി ഇവയെല്ലാമാണ് ഹൈദരലിയെ ലോകമറിയുന്ന കഥകളി സംഗീതജ്ഞനായി മാറ്റിയത്. മനുഷ്യൻ നിർമ്മിച്ച അതിർവരമ്പുകൾ തൻ്റെ സിദ്ധി സാധനങ്ങൾ കൊണ്ട് മറികടന്നു എന്ന് ഹൈദരലിയുടെ ജീവിതം പഠിപ്പിക്കുന്നു. 6 മാർക്കിനോ 8 മാർക്കിനോ വന്നു കഴിഞ്ഞാൽ ഈ ഉത്തരം സെറ്റായി മനസ്സിനകത്തുണ്ടാവും. 2 തവണ കേട്ടു നോക്കുക, റെഡിയാണ്. ഓക്കെ, താങ്ക് യു.